ഇതാണ് കേട്ടോ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്ത് പ്ലാന്റ് ഒക്കെ വെച്ച് മീനായിട്ട് ആദ്യത്തെ ദിവസത്തെ വീഡിയോ. ഇത് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അക്വേറിയം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ ശ്രീ. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ ഈ അക്വേറിയം ഉണ്ടാക്കിയിട്ട് ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസം കൂടുമ്പോഴേക്കും ഇതിനകത്തെ വെള്ളം ഏകദേശം പകുതി നമ്മൾ വലിച്ചു കളയും, എന്നിട്ട് പുതിയ വെള്ളം ഒഴിക്കും. അത് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ അക്വേറിയത്തിന്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഗ്ലാസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഗ്ലാസ്സിലൊക്കെ ചെറുതായിട്ട് ആൽഗെ പിടിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു കേട്ടോ. ചെടിയൊക്കെ നന്നായിട്ട് വളർന്നു. ഈ ചെടിയൊക്കെ കണ്ടോ നല്ല രീതിയിൽ വളർന്ന് മേളിൽ വന്നിട്ടുണ്ട് ചെടിയൊക്കെ. അപ്പോൾ പ്ലാന്റഡ് അക്വേറിയം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഇത് ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ പാടാണ്. ഈ സൈഡിൽ ഫുള്ള് വേസ്റ്റ്. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് റിമൂവ് ചെയ്യണം. നമ്മുടെ മീനുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ കോറിഡോറൊക്കെ നല്ല ആക്റ്റീവ് ആണ്. നമ്മുടെ കുറെ ചെടി ഇവന്മാരെല്ലാം കൂടെ മെയിനായിട്ട് ക്ലൗൺ ലോച്ച് ആണ്, അവിടെ നിന്ന് കുത്തി പറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ച ഡൗട്ടാണ്, നമ്മൾ ഇതിനകത്ത് CO2 കൊടുത്തിട്ടുണ്ടോ? CO2 കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, പക്ഷേ CO2 മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. CO2 ഇല്ലെങ്കിലുള്ള പ്രശ്നം പ്ലാന്റിന്റെ ഗ്രോത്ത് അത്ര സ്പീഡിൽ നടക്കത്തില്ലെന്നേ ഉള്ളൂ, എന്നാലും പ്ലാന്റ് ഗ്രോത്ത് ചെയ്യും. പിന്നെ ചെറിയൊരു പ്രശ്നം പറ്റിയത് ഇതുണ്ട്, നമ്മുടെ കല്ലേലൊക്കെ വെച്ച പ്ലാന്റ് മഞ്ഞ നിറത്തിലായില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ലൈറ്റ് കൂടുതലാണ്. ഇതിന് ഈ പ്ലാന്റിന് ഇത്രയും ലൈറ്റ് വേണ്ട. അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം മാറാൻ പോകണം. നമ്മൾ ഇതുപോലെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ പൈപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പൈപ്പിന്റെ ഈ എൻഡാണ്. നമ്മൾ ഈ എൻഡ് നമ്മളിവിടെ വലിച്ചു വിടുന്നുണ്ട്. ഇനി ഇത് പയ്യെ ഇങ്ങനെ വെള്ളം കളയുമ്പോഴേക്കും മീൻ പോകത്തില്ല എന്ന് ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ടുണ്ട്. ഒരു 99% മീനുകൾ പോകാൻ ചാൻസ് ഇല്ല. ഇനി അങ്ങനെ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു വല കെട്ടി വെക്കുക അതിൻ്റെ അറ്റത്ത്. അപ്പോൾ കണ്ടല്ലോ, ഇതിനകത്ത് പകുതി വെള്ളം ഏകദേശം മാറിയിട്ട് നമുക്കിനി പയ്യെ പൈപ്പ് എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇനി വേണ്ട 2 സാധനം. ഒരു നൈഫാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓവറായിട്ട് വളർന്നു നിൽക്കുന്ന പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്യാൻ പോകണം. പ്ലാന്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കളയേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടത് നമ്മൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യുന്ന പ്ലാന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് അവിടെ തന്നെ പ്ലാന്റിനെ നിർത്താം. അത് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് അക്വേറിയത്തിലെ സോയിൽ ഇളക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെടിയാണ്. ഇത് ശരിക്കും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് ഇതിന് നട്ടൊഴിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഉണ്ടാകും. പക്ഷേ എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് മേടിക്കുന്നത്. ഇത് ഈ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഇനി ഉണ്ടായി വരുമോ നമുക്കറിയത്തില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായി വരുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ നമ്മൾ പുറകെ ഇടുന്നതാണ്. ഇപ്പോൾ എന്താണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് നമ്മൾ കുറച്ച് മീൻ ഇടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ കണ്ടത്തിൽ നിന്നൊക്കെ നമ്മൾ വാരിയ മണ്ണാണ് കേട്ടോ. പ്ലാന്റ് സോയിൽ പോലെ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് ഗ്രോത്ത് ആകും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മണ്ണിടണം. നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഗ്രോ ചെയ്തെടുക്കുക. പക്ഷേ വെള്ളം മാത്രം വെച്ചാൽ അതിനകത്ത് കൊതുക് വളരും. അതുകൊണ്ട് കൊതുകിനെ തിന്നുന്ന നമ്മുടെ ഗപ്പിനെ വെക്കുക. ഓക്കെ, നമുക്ക് ഇതിനകത്തൊരു 2 തണ്ട് വീതം. സോയിൽ നമുക്ക് ഒന്നെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടത്തിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ നമ്മുടെ അക്വേറിയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പ്ലാന്റിന് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സോയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്ന ഗപ്പി ഇതാണ് കേട്ടോ. നമുക്ക് സെയിം പെയർ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇവന്മാർ രണ്ടിനെയും ഇതിനകത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇവന്മാർ ഇതിനകത്ത് പോയി ബ്രീഡ് ചെയ്ത് പെറ്റ് പെരുകി കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെ വിറ്റ് വേണം നമുക്ക് അടുത്ത അക്വേറിയം മേടിക്കാൻ വേണ്ടി കേട്ടോ. ചിരിക്കൊന്നും വേണ്ട. കൊച്ചിലെ നമ്മൾ എല്ലാവരും, ഞാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ വളർത്തി ഗപ്പിയൊക്കെ വളർത്തി വിറ്റ് പൈസ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവർ ഇതിനകത്ത് കിടന്ന് വളരട്ടെ, നമ്മുടെ പ്ലാന്റും വളരട്ടെ. നമ്മൾ ഈ പ്ലാന്റ് പറിച്ച് മാറ്റുവാണ് കേട്ടോ. കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ ഇത് ഒത്തിരി കരിഞ്ഞു പോകുന്നു. നമ്മൾ ഇതും പറിച്ച് മാറ്റുവാണ്. അതിന് പകരം നമുക്ക് ഇവിടെ ഇതിനെടുത്ത് വെക്കാം. എനിക്ക് തോന്നുന്നു നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒത്തിരി വേണ്ടാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് അത്യാവശ്യം കട്ടിയുള്ളതൊക്കെ നമുക്ക്
കൈയും കൊണ്ട് എടുത്ത് കളയാം. ബാക്കി നമുക്ക് പൈപ്പും കൊണ്ട് വലിച്ചു കളയാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം മൊത്തം നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടി കട്ട് ചെയ്തതിൻ്റെയൊക്കെ ഇതുണ്ട്, ഇത് ഓക്സിജൻ ഇല്ലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫിൽറ്റർ റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ഇലകൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ മിച്ചമുണ്ട്, അതെല്ലാം നമുക്ക് ഒരു വല വെച്ചിട്ട് എടുത്ത് കളയാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് എടുത്ത് വെക്കാം. നമ്മുടെ ഗ്ലാസ് എടുത്ത് നമുക്ക് തിരിച്ചു വെക്കാം. നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് നമ്മൾ ഈ അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഒരു അക്വേറിയമൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് പാടാണ്. ശരിക്കും നിങ്ങൾ ഇതിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചോ ബോറടിച്ചോ അല്ലെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണെങ്കിൽ നമുക്കതൊരു വളരെ വലിയൊരു റിലീഫാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഒത്തിരി പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നമ്മളൊരു ബൈക്ക് മേടിക്കാൻ പോവാണ്. ബൈക്ക് ഏതാണെന്നും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം.